സോ അതുകൊണ്ടാണ് ഒരു സിസ്റ്റത്തിൽ സഫർ ചെയ്യുന്ന ആളുകൾ തന്നെ ആ ഒരു സിസ്റ്റത്തെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു സിസ്റ്റം നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെന്നും അതൊരു അനീതിയാണെന്നും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ നമ്മളുടെ സഫറിങ് മീനിങ്ലെസ് ആണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ആൻഡ് ദിസ് റിയലൈസേഷൻ ഈസ് ഡീസ്റ്റെബിലൈസിങ്. അതുകൊണ്ട് സിസ്റ്റം നല്ലതായിരിക്കും, ആയതിനാൽ എൻ്റെ സഫറിങ് കൊണ്ട് എന്തെങ്കിലും മീനിങ് ഉണ്ടാകുമെന്ന് നമ്മളുടെ ബ്രെയിൻ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇത് ശരിക്കും ഒരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ്. സോഷ്യൽ സൈക്കോളജിസ്റ്റായ ജോൺ ജോസ്റ്റും മഹസറിൻ ബനാജിയും പ്രപ്പോസ് ചെയ്യുന്ന സിസ്റ്റം ജസ്റ്റിഫിക്കേഷൻ തിയറിയിലൂടെ ഈ കാര്യമാണ് പറയുന്നത്. പേട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ, ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വർക്കേഴ്സ്, സ്ലേവറിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ലേവ്സ്, ഇവിടെ എല്ലാം തന്നെ ഈ ഒരു കാര്യമാണ് നടക്കുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാം. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എ എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഉണ്ടെന്ന് വിചാരിക്കാം. അവരുടെ വിശ്വാസം അനുസരിച്ച് സ്ത്രീകൾക്ക് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ കഴുത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബാൻഡ് ധരിക്കണം. ഇത് കാരണം അവർക്ക് ലോ വോയിസിൽ മാത്രമേ സംസാരിക്കാനായിട്ട് പറ്റൂ. ഇതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇത് ധരിച്ചാൽ അവർക്കൊരു ഡിഗ്നിഫൈഡ് അല്ലെങ്കിൽ ഒരു കാം ഫീലിംഗ് കിട്ടുമെന്നാണ്. അതേപോലെ അവർ പറയുന്ന മറ്റൊരു വാദം എന്തെന്നാൽ ഒരു സ്ത്രീയുടെ പവർ എന്ന് പറയുന്ന ആളുടെ സഹനശക്തിയിലാണ്, മറിച്ച് ആളുണ്ടാക്കുന്ന നോയിസിലല്ല എന്നാണ്. അവരിതിനെ അവരുടെ ഒരു ചോയ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചോയ്സ് ആണെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത്, അത് വേണ്ടെന്ന് വെച്ചാലും ആൾക്ക് ശിക്ഷയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകരുത്. രണ്ട്, ആ നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം. ഇവിടെ ഇത് ധരിക്കാത്ത സ്ത്രീകൾ അരഗൻ്റ് ആണെന്നും കറപ്റ്റഡ് ആണെന്നും ലേബൽ ചെയ്യപ്പെടും. അങ്ങനെ അവരുടെ സോഷ്യൽ ലൈഫിനെ തന്നെ ഇത് ബാധിക്കും. അതേപോലെ തന്നെ ഇതൊരു ചോയ്സ് ആയിരുന്നെങ്കിൽ പുരുഷന്മാർക്ക് ഇത് ബാധകമായിരുന്നേനെ. എന്നാൽ പുരുഷന്മാർ ഇത് ധരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞു വെക്കുന്ന മറ്റൊരാശയം എന്തെന്നാൽ പുരുഷന്മാർക്ക് സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള ബാധ്യത സ്ത്രീകൾക്കുള്ളതാണെന്നുമാണ്. ആൻഡ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ ഒരു കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. മുന്നിലുള്ള എല്ലാ വഴികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒരെണ്ണത്തിൽ മാത്രമാണ് അത് കുറച്ചെങ്കിലും കുറവായിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു വഴിയെ നമ്മൾ എംപവർമെന്റ് അല്ലെങ്കിൽ ചോയ്സ് എന്ന് വിളിച്ച് ന്യായീകരിക്കും. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്.